നമസ്കാരം, സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ മിഴിയോരത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റായ സദസ്സിലേക്ക് നിൽക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സദസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ ആണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ട് വന്നിരുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വേർഡിൽ ഒരു തെറ്റ് ഞാൻ പാടിയിരുന്നു, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ ദിവസം വെറൈറ്റി ഗെയിംസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്, അന്താക്ഷരിയാണ് കേട്ടോ. അന്താക്ഷരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അധികം കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ലെറ്റർ പറയും, ആ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് പാടുക. മാക്സിമം നമ്പർ ഓഫ് പാട്ടുകൾ പാടുക, അതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ ആരാണോ പാടുന്നത് ആളായിരിക്കും വിന്നർ. വിന്നറിന് കിട്ടാൻ പോകുന്നത് കരാമയിലുള്ള അൻസർ ഗാലറിയിലെ കേരള കിച്ചൺ റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കൂപ്പണാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് തുടങ്ങുക. അപ്പോൾ എന്തായാലും അന്താക്ഷരിയുടെ തുടക്കം ഞാൻ തന്നെ തുടങ്ങാം അല്ലേ. ഞാനൊരു പാട്ട് പാടാം. ആ പാട്ട് പാടി അവസാനിപ്പിക്കുന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾ ഫസ്റ്റ് കോളറിന് പാസ് ചെയ്യുന്നത്. എന്തായാലും എളുപ്പമുള്ള ലെറ്റർ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, റ് അങ്ങനത്തെ അക്ഷരമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്തായാലും എളുപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാടാവുന്ന ലെറ്റേഴ്സ് തന്നെയാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ പാടാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ ലാസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ അക്ഷരമായിരിക്കും. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടാണ്. മാക്സിമം നമ്പർ ഓഫ് പാട്ടുകളാണ് ആദ്യം നമ്മൾ വിളിക്കുന്ന കോളർ പാടേണ്ടത്. അദ്ദേഹം പാടി അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും നമ്മൾ അതിനടുത്ത കോളറിന് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെയിൻ പോലെ നമുക്ക് കളിച്ചു വരാം അല്ലേ. അപ്പോൾ രസമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പാട്ട് പാടാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. യെസ്, അപ്പോൾ നമ്മൾ പാടി അവസാനിപ്പിച്ചത്, ഞാനിപ്പോൾ പാടി അവസാനിപ്പിച്ചത് തേടുന്നു എന്ന് പറയുന്ന വാക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോളർ നമ്മളെ വിളിക്കുമ്പോൾ പാടി തരേണ്ടത് ത എന്ന് പറയുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന എത്ര പാട്ടുകൾ കിട്ടുന്നോ അത്രയും പാട്ടുകൾ പാടുക. അതാണ് ആദ്യം വിളിക്കുന്ന ആൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം അത് ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്? അയ്യോ, പേരൊന്നും കൂടെ പറയാമോ? ശ്യാമ ആണോ? നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കാറുള്ള ശ്യാമ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ശ്യാമ, നമ്മൾ ഇന്ന് അന്താക്ഷരിയാണ് കളിക്കുന്നത്. ഞാൻ അക്ഷരം പറഞ്ഞിരുന്നു, കേട്ടോ? തത്തയുടെ ത. ഇനി താ വെച്ച് തുടങ്ങുന്ന എത്ര പാട്ടുകൾ അറിയാമോ അത്രയും പാടിക്കോളൂ. പക്ഷെ പെട്ടെന്ന് വേണം, അധികം ആലോചിക്കരുത്. പെട്ടെന്ന് പാടിക്കോളൂ. ആ, ഞാനോ? ഓക്കെ. ഇനി അടുത്ത പാട്ട്. താഴെ സ്വന്തം പേരുണ്ടായിട്ട് അത് പാടിയില്ല. ഓക്കെ, ഇനി അടുത്ത പാട്ട്. താലത്തോൽ നനയാം ഏതാണ്? പാടിക്കോളൂ. ഭയങ്കര ധൃതിയാണ്. രണ്ട് വേർഡ് പറഞ്ഞു ഒപ്പിക്കുകയാണ് അല്ലേ. നമുക്ക് ഫസ്റ്റ് ലൈനെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടണം ശ്യാമ. ഇനി അടുത്തത്. ഓക്കെ. ഓക്കെ ശ്യാമ, അപ്പൊ 6 പാട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത്രയും ക്യൂക്കായിട്ട് ഇനി ആരെങ്കിലും പാടുമെന്നുള്ളത് കേട്ടോ. ഓക്കെ ശ്യാമ, താങ്ക് യു സോ മച്ച്, ബൈ. നമ്മൾ ശ്യാമയായിരുന്നു. ശ്യാമ ത എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് കുറേ പാട്ടുകൾ പാടി. ഏറ്റവും അവസാനം പാടിയത് തങ്കഭസ്മ കുറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം എന്ന് മുടക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഞാൻ എന്ന് പറയുന്ന വേർഡിലാണ് ശ്യാമ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് വിളിക്കുന്ന ആൾക്കാർ ഞാ എന്ന് പറയുന്ന ലെറ്ററിൽ, അതായത് ഞാൻ അല്ലേ, അപ്പോൾ ഞാ എന്ന് പറയുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന പാട്ടുകളാണ് പാടിത്തരേണ്ടത്. അപ്പോൾ എന്തായാലും ഗെയിം എല്ലാവർക്കും മനസ്സിലായല്ലോ. അന്താക്ഷരിയാണ്, സിമ്പിളാണ്, അധികം കൺഫ്യൂഷൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെ ഒരേ ഒരു റൂൾ മാത്രമേ ഉള്ളൂ, പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും
വീണ്ടും പാടാൻ പാടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സിമം പാട്ടുകൾ പാടിത്തരാം. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ നമസ്കാരം, ഇതാരാണ്? നിഷിജ. ഓക്കെ നിഷിജ, നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്. ലെറ്റർ കിട്ടിയോ? അക്ഷരം മനസ്സിലായോ? ഞാ, അതായത് ഞാൻ എന്ന് പറയില്ലേ, അതിലത്തെ ഞാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സിമം പാട്ടുകൾ പാടാ കേട്ടോ. വേഗം പാടിക്കോളൂ. പാട്ടു പാടി വരുമോ? ശരി, ഇനി ഞാൻ കിട്ടുന്നുണ്ടോ അവിടെ ആരെങ്കിലും? നിഷിജ ആലോചിക്കുകയാണോ? ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 2 പാട്ടാണ് നിശ്ചിച്ച പാടിയത്. ഏറ്റവും അവസാനം പാടിയത് ഞാറ്റുവേല കിളിയെ നീ പാട്ടു പാടി വരുമോ എന്നായിരുന്നു. അപ്പോൾ വരുമോ എന്ന് പറഞ്ഞ കാരണം തന്നെ നമ്മൾ വാ എന്ന് പറയുന്ന അക്ഷരമാണ് അടുത്ത കോളറിന് പാസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വാ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചിട്ട് അധികം പാട്ടുകളില്ല അല്ലേ. ഈ 2 പാട്ട് പെട്ടെന്ന് കിട്ടി. ഇനി പാട്ടുകളുണ്ടോ നമുക്ക് ഒന്നും കൂടെ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും വാ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ലെറ്ററാണ് അടുത്ത കോളറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാ വെച്ച് തുടങ്ങുന്ന മാക്സിമം പാട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് പാടിത്തരാം. അപ്പോൾ എന്തായാലും നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ നമസ്കാരം, ഇതാരാണ്? ഓക്കെ, സുചിത്ര ആണോ? ഓക്കെ സുചിത്ര, നമ്മുടെ അന്താക്ഷരിയാണ് കളിക്കുന്നത്. ഏത് അക്ഷരാന്ന് മനസ്സിലായോ? വാ, വാ വെച്ചിട്ടാണ് പാട്ട് പാടേണ്ടത് കേട്ടോ. വാ വെച്ചിട്ട് കുറെ പാട്ടുകൾ പാടിക്കോളൂ. എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം പാടണം, പക്ഷെ പെട്ടെന്ന് വേണം, അധികം ആലോചിക്കരുത്. പാടിക്കോളൂ. ഓക്കെ ഓക്കെ തമിഴിലേക്കൊക്കെ കടന്നോ? തമിഴ് വേണ്ട, നമുക്ക് മലയാളം മതി. മലയാളത്തിൽ ഒത്തിരി പാട്ടുകളുണ്ടല്ലോ, സാറില്ലേ, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത പാട്ട്. പിന്നെ ഇപ്പൊ 4 പാട്ടായി. പിന്നെ ഭാവിച്ചിട്ട് ഇനിയുണ്ട്. കൂടെ കളിക്കാൻ. ഓക്കെ, 5 പാട്ട്. ഓക്കെ സുചിത്ര, അപ്പൊ എന്തായാലും 6 പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ചെങ്കിലും നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്ന്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഇനിയും വിളിക്കുന്ന ആൾക്കാർ എത്ര പാട്ട് പാടുന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്തായാലും ഗെയിം കഴിയുന്നത് വരെ കാണൂ. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും സുചിത്ര അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടി അല്ലേ. അപ്പോൾ ഏറ്റവും അവസാനം പാടി അവസാനിപ്പിച്ചത് വാവാവോ വാവേ വന്നുമ്മകൾ സമ്മാനം എന്നാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്തായിരിക്കും വേർഡ്? സമ്മാനം എന്ന് പറഞ്ഞ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് സ എന്ന് പറയുന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകളാണ് ഇനി വിളിക്കുന്ന കോളർ നമുക്ക് പാടിത്തരേണ്ടത്. ഇപ്പോൾ എന്തായാലും ശ്യാമ നമുക്ക് 6 പാട്ടുകൾ പാടി എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കണ്ടല്ലേ. ശ്യാമ പെട്ടെന്ന് പാടി തന്നു. പക്ഷേ സുചിത്രയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഇവരെക്കാളും 2 പേരെക്കാളും നന്നായിട്ട് പാടുന്നവരുണ്ടാവുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇനി വിളിക്കേണ്ടവർ സ എന്ന് പറയുന്ന അക്ഷരം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രത്തോളം പാട്ടുകൾ അറിയാമോ അത്രത്തോളം പാട്ടുകൾ പാടിത്തരാം. അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? നിഷ. ഓക്കെ നിഷ ചേച്ചി, നമ്മുടെ ഗെയിം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സ എന്ന് പറയുന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകളാണ് നമുക്ക് വേണ്ടത്. സ. കുറേ പാട്ട് പാടിക്കോളൂ, കുറേ ഉണ്ട്. സാധനെ സായം സന്ധ്യതൻ ആണോ? വരി കറക്റ്റ് ആവണേ, ഒരു ഫസ്റ്റ് ലൈനെങ്കിലും നമുക്ക് കറക്റ്റ് ആവണം. സായം സന്ധ്യയിൽ നിന്നല്ലേ?
സായം സന്ധ്യ ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്തത് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ആ, ഇനി അടുത്തത് സമയമിതപൂർവസായാഹ്നം. അതെ, ശരിയാണ്. സമയമിത അപൂർവ സായാഹ്നം. ഓക്കെ, ഇത്തിരി പാട്ടത്തുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്ത പാട്ട് സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ. ആ ഇനി സാസപ്പിയേ ഏ? സാസപ്പി ആ പാട്ട്. ഈശ്വരാ, ഇങ്ങനെയൊന്നും പാടരുത്. ഓക്കെ, 5 പാട്ട്. ഇനി ഏതെങ്കിലും അറിയാമോ? ആ, വേഗം വേഗം. ആ. ഉം. അവിടെ വേറെ ആരും പാടുന്നു. സന്ധ്യേ പറയൂ കടലിന് ഓക്കെ, അപ്പൊ എന്തായാലും നിഷ ചേച്ചി 6 പാട്ട് പാടി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ചേച്ചിയാണ് വിന്നർ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അതിനിടയ്ക്ക് സാസപ്പയെ ആ പാട്ട് പാടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിഷ ചേച്ചിയും ഇതുപോലെ തന്നെ 6 പാട്ട് പാടി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്, ആരാണ് ക്യുക്കായിട്ട് പാടി തന്നത്. നന്നായിട്ട് പാടിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വിന്നർ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ആൾ പാടാൻ പോകേണ്ടത് ഏതായിരുന്നു? പകലിനെ കൈ വെടിഞ്ഞു. അപ്പോൾ കൈ വെടിഞ്ഞു എന്നുള്ളതായിരുന്നു വേർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആൾ വിളിക്കുമ്പോൾ പാടി തരേണ്ടത് ക എന്ന് പറയുന്ന അക്ഷരം വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട പാട്ടാണ്. ഓക്കെ, ക എന്ന് വെച്ചിട്ട് ഒത്തിരി പാട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാടിത്തരാം. അപ്പോൾ ക എന്ന് പറയുന്ന അക്ഷരം വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടിത്തരാൻ ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണ് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് അമൃത. ഓക്കെ, അമൃത. അമൃത ഒരു ദിവസം വിന്നർ ആയിരുന്നു ആണോ? അതെ അതെ അതെ. ആഹാ, അപ്പൊ ഇന്ന് വീണ്ടും അരയും തലയും മുറുക്കി ഒന്നും കൂടെ പായിട്ട് നോക്കാം അല്ലേ? അതെ, ഓക്കെ. അപ്പൊ അമൃത, നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്. ക എന്ന് പറയുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന ധാരാളം കാക്കയുടെ ക. അതെ, ഇത് വെച്ചിട്ട് കുറെ പാട്ട് പാടിക്കോളൂ. കാറ്റ് വന്നു കള്ളനെ പോലെ, പിന്നെ കാറ്റാടി തരലും മതിലും, ഓക്കെ. പിന്നെ കാവച്ചിട്ട് കാതോടു കാതോരം, ഓക്കെ. പിന്നെ 3 കിട്ടും, പാടിക്കോളൂ. കാ കടലിവാഴത്തൈവിരുന്ന് കാക്കയിന്ന് വിളിച്ചു. ഓക്കെ, 4 വേഗം. അധിക സമയം ആലോചിക്കല്ലേ. കാ വെച്ചിട്ട് കിട്ടുന്നില്ല, സാരില്ല. എന്നാലും 4 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റേ കാക്കക്കറുമ്പൻ കണ്ടാ. ഒരുപാട് പാട്ടറിയാം. അതെ അതെ അതെ, പെട്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി പോലെ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അമൃതയാണ് വിന്നർ എന്നറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. യെസ്, അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ ഒത്തിരി പാട്ടുകളുണ്ട് കാ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് കൺഫ്യൂസ്ഡ് ആയി പോയത്. അപ്പോൾ ഞാൻ പാടി നിർത്തിയത് കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ എന്നുള്ള പാട്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ക എന്ന് പറയുന്ന ലെറ്റർ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ക നമുക്ക് ഓൾറെഡി കൊടുത്തതല്ലേ, അപ്പോൾ നമുക്ക് വേറൊരു ലെറ്റർ കൊടുക്കാം. ഇതുപോലെ ഒത്തിരി പാട്ടുകൾ വരുന്ന ഒരു ലെറ്ററാണ് ച. ഓക്കെ, ച എന്ന് പറയുമ്പോൾ ചക്കയുടെ ച. എന്തായാലും ലെറ്ററിൽ കൺഫ്യൂഷൻ ഇല്ല ആർക്കും. അപ്പോൾ ച എന്ന് പറയുന്ന ലെറ്ററിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പുതിയതും പഴയതുമായിട്ടുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. എനിക്ക് തന്നെ ഒരു 10-15 പാട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ച എന്ന് പറയുന്ന അക്ഷരം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സിമം പാട്ടുകൾ നമുക്ക് പാടിത്തരാം. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇതാരാണെന്ന്. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് ബിന്ദു. ഓക്കെ, ബിന്ദു ചേച്ചി, നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്, അറിയാമോ? അപ്പോ ബിന്ദുച്ച് പാടേണ്ടത് ച ച ആ ച വെച്ചിട്ട് കുറെ പാട്ടുകൾ പാടിക്കോളൂ. ചന്ദ്രകാന്തം ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഓക്കെ, 2 ചക്രത്തിനീ എന്റെ കണ്ണീര്. ഓക്കെ, 3 നന്നായിട്ട് പാടണ്ട്.
വേഗം വേഗം. ചന്ദമാമ അല്ലേ? അതെ അതെ ഉണ്ട് ഉണ്ട്, ശരിയാണ്. ഓക്കേ. കൽപ്പടവിൽ വാവാ. ചെന്താമരത്തിൽ പൂന്തേൻവണ്ടിയിൽ കണ്ണിന കാണാൻ എൻ കൺമണി. ഓക്കെ 5. ചന്ദനച്ചോലയിൽ മുങ്ങിയാടിയൻ ഓക്കെ 6. ഇനി വേഗം വേഗം ആലോചിക്കല്ലേ. ചാ 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 വെച്ചിട്ട് ഏതാ? 6 പാട്ടായി. യെസ്. അപ്പൊ ബിന്ദു ചേച്ചി 7 പാട്ട് പാടിയിട്ടുണ്ട്. 7 പാട്ട് നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് നോക്കാം ചേച്ചിയാണോ. പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ ചേച്ചി എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. 7 പാട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഗെയിം. ഓക്കെ യെസ്. അപ്പൊ എന്തായാലും ബിന്ദു ചേച്ചിയായിരുന്നു, പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 7 പാട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി അവസാനം പാടി നിർത്തിയത് ചെമ്പൂവേ പൂവേ നിറമാരത്തെ ചുണ്ടയിലൊരു വണ്ടുണ്ടോ അതല്ലേ? അപ്പൊ അങ്ങനെയല്ല ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടുണ്ടോ വാ എന്ന് പറയുന്ന ലെറ്റർ ആണ് അടുത്ത വിളിക്കുന്ന ആള്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകളാണ് പാടി തരേണ്ടത്. വാ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് ഒത്തിരി 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 പാട്ടുകൾ പാടിത്തരാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചി 7 പാട്ടുകൾ പാടിക്കൊണ്ട് ബിന്ദു ചേച്ചിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് പാടി തന്നു. അതുപോലെ നന്നായിട്ട് പാടുകയും ചെയ്തു. ഇനി നോക്കാം, ഇനി വിളിക്കുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് പാടിത്തരും, അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് പാടിത്തരുമോ നമുക്ക് നോക്കാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 കോൾ ഉണ്ടോ? ഹലോ ഇല്ല. എല്ലാവരും വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടി വിയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെച്ച് മാത്രം സംസാരിക്കുക കേട്ടോ. യെസ്. ഹലോ ഇതാരാണ്? എന്റെ പേര് മഞ്ജു എന്നാണ്. ഓക്കെ മഞ്ജു, നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്, അറിയാലോ അല്ലേ? യെസ്. അപ്പോ വാ എന്ന് പറയുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന പാട്ടുകളാണ് മഞ്ജു പാടേണ്ടത്. പാടിക്കോളൂ. ഇത് നേരത്തെ പാടിയതാണ്. ഈ ലെറ്റർ റിപ്പീറ്റ് ചെയ്തപ്പോ ഇത് ഓൾറെഡി പാടിയ പാട്ടാണ്. അത് പാടിക്കൂടാ, അന്താക്ഷരി അങ്ങനെയല്ലേ? ആ ഞാൻ പറയാം. ഓക്കെ പാടിക്കോളൂ. ഒരു മഞ്ഞ. യെസ്. ഇനി അടുത്തത് ശരിയാണ്. ഇനി അടുത്തത് ഓക്കെ അടുത്തത് ശരിയാണ്, പാടിക്കോളൂ. 3 ശരിയാണ്. 4 അത് പക്ഷേ റിപ്പീറ്റ് ചെയ്ത പാട്ടാണ് ബിന്ദു അല്ല മഞ്ജു. വാൽക്കണ്ണീതി ഇപ്പൊ തന്നെ വീണ്ടും പാടിയതാ. പാടിക്കോളൂ വേഗം. ഇനി ഉണ്ട് പാട്ടുകള്. ഓക്കെ ഇനി അടുത്തത് വേഗം. കിട്ടുന്നില്ല അല്ലെ മഞ്ജു? അപ്പൊ എന്തായാലും 4 പാട്ട് പാടി. പക്ഷെ ഞാൻ പറയട്ടെ, 4 പാട്ട് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അതെ അല്ലേ? നമുക്ക് അന്താക്ഷരിക്ക് അങ്ങനെയല്ലേ പറയാ, പാടിയ പാട്ട് പാടാൻ പാടില്ലല്ലോ. സാറില്ലേ, കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നന്നായിട്ട് പാടി തരുകയും ചെയ്തു. അത് പറയാണ്ടിരിക്കാനും വയ്യ. ഓക്കെ മഞ്ജു, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇതുപോലെ തന്നെ ഗെയിം കണ്ടോണ്ടിരിക്കുക, ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും മഞ്ജു ആയിരുന്നു. മഞ്ജുവിന് നമ്മൾ വാ എന്ന് പറയുന്ന ലെറ്റർ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു, നമ്മൾ ഓൾറെഡി കൊടുത്ത ലെറ്റർ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ മഞ്ജു പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ മഞ്ജു പാടി നിർത്തിയ അക്ഷരം യെസ് നിർത്തി വാൽക്കണ്ണീതി അതാണ് പറഞ്ഞു നിർത്തിയത്. മാമ്പൂ മണമൊഴുകി അല്ലേ? അപ്പോൾ എന്തായാലും മാ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ അടുത്ത കോളറിന് പാസ് ചെയ്യാം. മാ വെച്ചിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ നമസ്കാരം, ഇതാരാണ്? ഓക്കെ മേഘ, നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്, അറിയാമോ? അറിയാം. അപ്പൊ മാ എന്ന് പറയുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന പാട്ടുകളാണ് മേഘ പാടി തരേണ്ടത്. വേഗം പാടിക്കോളൂ.
മന്ദാരത്തെ കൊണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ. യെസ്, ഇനി അടുത്തത്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾക്കുറിയും മുഖത്തെത്തി. ഓക്കെ, മനസ്സിലൊരു പാട്ടുണ്ട്, മനസ്സിലൊരു മഞ്ഞണി പോലിലാവ് പേരാറ്റിൻ കടവിങ്കൽ. ഓക്കെ, മന്ദാരപ്പൂവാണേ കൈമാസം വന്നല്ലോ. ഓക്കെ, ഇനി അടുത്തത്. മലയാളി മാമ, മലയാളി മാമ. ഓക്കെ, മലയാളം കടലിൽ. ഉയരുന്നു. യെസ്, ഇനി വീണ്ടും വേഗം വേഗം. മാനിൽ മധുരക്കൻ മാനസനിലയിൽ ഒന്നു ഒന്ന ഓക്കെ, ഓക്കെ മേഘ. എന്തോ എന്തായാലും നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു ഒരു 10 പാട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ? 11 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ കൗണ്ട് ചെയ്തിരുന്നു. യെസ്, അപ്പൊ എന്തായാലും നന്നായിട്ട് പാടും ചെയ്തു, 11 പാട്ടും പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മേഘ, നമുക്ക് നോക്കാം ആരാണ് വിന്നർ, നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും മേഘ 11 പാട്ടാണ് പാടിയിരിക്കുന്നത്. എന്തായാലും നന്നായിട്ട് തന്നെ പാടുകയും ചെയ്തു. അപ്പൊ എന്തായാലും നമ്മുടെ സദസ്സിന്റെ സമയം ഏകദേശം ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് കോളറിനുള്ള സമയം കൂടി ഉള്ളത്. അപ്പൊ എന്തായാലും ലാസ്റ്റ് കോളർ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ കൊടുക്കാം അല്ലെ. ഇനിയിപ്പോൾ എന്തായാലും ഒത്തിരി ലെറ്റേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്തു വന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വിളിക്കുന്ന ആൾ നമുക്ക് പാടി തരേണ്ടത് ഓ എന്ന് പറയുന്ന ലെറ്ററിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകളാണ്. ഓ വെച്ചിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്, നിങ്ങൾ അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള ഓ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഞാൻ അമൂല്യാണ്. ഓക്കെ, അമൂല്യ. നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്, അറിയാലോ. അതെ അതെ. അപ്പൊ എന്തായാലും അമൂല്യക്ക് സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ ആണ് ഓ. ഓ ഓ വെച്ചിട്ട് കുറേ പാട്ട് പാടിക്കോളൂ. എനിക്ക് ലൈൻസ് കുഴപ്പമില്ലല്ലോ. ലൈൻസ് ഒരു ഫസ്റ്റ് ലൈൻ കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ. ആ, യെസ്. ഇനി അടുത്തത്. പിന്നെ വരി ഇത്തിരി പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. അടുത്തത്. പാടിക്കോളൂ. ഓക്കെ, ഇനി വരി. ഓക്കെ, 4. ഇനി അടുത്തത്. ഓടക്കുഴലല്ല, അത് കോലക്കുഴലാണ്, അത് വിട്ടേ. ഇനി അടുത്തത്. വേഗം 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 പാടിക്കോളൂ. ഒത്തിരി പാട്ടുണ്ട്, പക്ഷെ ആകെ കൺഫ്യൂസ്ഡ് ആയി പോവല്ലേ? ആണോ? സാരില്ല, എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. എന്തായാലും 4 പാട്ടുകൾ പെട്ടെന്ന് നമുക്ക് പാടി തന്നിട്ടുണ്ട്. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കാം കേട്ടോ. യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സദസ്സിന്റെ സമയം ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് കോളർ ആയിരുന്നു അമൂല്യ. അമൂല്യ നമുക്ക് 4 പാട്ടാണ് പാടിത്തന്നത്. എന്തായാലും ഇന്നത്തെ ഗെയിം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ വിന്നർ ഞാൻ പറഞ്ഞു മേഘയാണ് ഇന്നത്തെ വിന്നർ. 11 പാട്ടുകൾ പാടിയിട്ട് അത് മേഘ നന്നായിട്ട് പാടി തരുകയും ചെയ്തു. ബാക്കിയുള്ളവർ 6 പാട്ട് പാടിയവരുണ്ട്. ബിന്ദു ചേച്ചി 7 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് പാടുന്നതും അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ പാടുന്നതും പെട്ടെന്ന് തന്നെ പാടുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിന്നറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തായാലും വിന്നറിന് കിട്ടാൻ പോകുന്നത് കരാമയിലെ അൻസർ ഗാലറിയിലുള്ള കേരള കിച്ചൺ റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കൂപ്പണാണ്. എന്തായാലും മേഘ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മുടെ മിഴിയോരത്തിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സമർത്ഥയിലൂടെ ഒരു ഗെയിം ഷോ ഒക്കെ ആയിട്ട് അഞ്ജന ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, ഒത്തിരി കൈനിറയ സമ്മാനങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എംപ്ലോയ്മെന്റ് ന്യൂസിലൂടെ ലക്ഷ്മി ഉണ്ടായിരുന്നു. വീണ്ടും സാരഥിയിലൂടെ ലക്ഷ്മി ഒരു ഗൈനക്കോളജിസ്റ്റുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഫാഷൻ ടിപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ സദസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് 1:30 മുതൽ 3 മണി വരെ ഇതുപോലെ 5 സെഗ്മെന്റ്സുമായിട്ട് ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിളിച്ചവർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഇതുപോലെ തന്നെ വീണ്ടും വിളിക്കുക. അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.